ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. ആ ഒരു കോർണറിലിരുന്ന് ഇങ്ങനെ പൊട്ടിക്കരയാണ് കേട്ടോ. എൻ്റെ മൈൻഡ് ഓക്കെ അല്ല, എനിക്ക് പുറത്തേക്ക് പോകണം, ആ വാതിൽ എനിക്ക് തുറന്നു തരൂ ബിഗ് ബോസ്, എനിക്ക് എൻ്റെ പിള്ളേരെ കാണണേ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് പൊട്ടിക്കരയുമാണ്. ഇതിപ്പോൾ എത്രാമത്തെ തവണയാണ് നമ്മൾ ഈ സെയിം പരിപാടി കാണുന്നത് എന്നുള്ളത് എനിക്ക് തന്നെ അറിയത്തില്ല. ഓരോ തവണ രേണു ഇങ്ങനെ പൊട്ടിക്കരഞ്ഞ് എനിക്ക് പുറത്തേക്ക് പോകണം, ആ വാതിൽ എനിക്ക് തുറന്നു തരൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഓരോ തവണ ഇങ്ങനെ കരഞ്ഞു കാണിക്കുമ്പോഴും ഓരോ വീഡിയോ നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പോഴൊക്കെ നമ്മൾ പറയുന്നത് ഇവരെ പിടിച്ച് പുറത്താക്കുക, കാരണം ഇങ്ങനെ നിൽക്കാൻ താല്പര്യമില്ലെന്ന് ഇങ്ങനെ പറയുന്നവർ എന്തിനാണ് ഈ വീണ്ടും ഇങ്ങനെ പിടിച്ച് നിർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. നെവിനൊക്കെ ഇപ്പൊ 2 തവണ മൂളിയപ്പോ തന്നെ ബിഗ് ബോസ് ഒന്നാ ഡോറ് തുറന്നു കൊടുത്തതാണ്. രേണുസുതി പറയുന്നുണ്ട്, എനിക്ക് വയ്യാതായി, എന്നെ പുറത്തേക്ക് വിടൂ, എനിക്ക് എന്റെ പിള്ളേരെ കാണണം, എനിക്ക് വേണ്ടി ആ വാതിൽ തുറന്നു തരുമെന്ന് വരെ ബിഗ് ബോസിന്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു മൂപ്പിന് ആ ഡോർ അങ്ങ് തുറന്നു കൊടുത്താൽ മതി, രേണു ഓടി പോയിക്കോളും പുറത്തേക്ക്. ആ ഒരു പ്ലാറ്റ്ഫോമിനോട് ഒരു നീതിയും പുലർത്താതെ അവിടെ ഇങ്ങനെ വെറുതെ ഒരാളെ ഇങ്ങനെ പിടിച്ചു നിർത്തേണ്ട ഒരാവശ്യവും ബിഗ് ബോസിനില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പുറത്തേക്ക് വിടും, അത്രേ ഉള്ളൂ. അല്ലാതെ ചുമ്മാ വെറുതെ ഇങ്ങനെ എത്രയെന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇതിങ്ങനെ കാണുന്നത്. എല്ലാം പോട്ടെ, ലാലേട്ടൻ ഈ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് എന്താണ്, ഇനി ഇതേപോലെ ഈ രീതിയിൽ പുറത്തേക്ക് പോകണമെന്ന് ആരെങ്കിലും പറയുവാണെങ്കിൽ ഡോറ് തുറന്നു തരുമെന്നാണ് ലാലേട്ടൻ എല്ലാവരോടുമായിട്ട് പറഞ്ഞത്. എന്നിട്ടും ബിഗ് ബോസ് ഇങ്ങനെ ഇതും കേട്ടോണ്ടിരിക്കുവാണ്, എനിക്ക് പുറത്തേക്ക് പോണേ, എനിക്ക് പുറത്തേക്ക് പോണേന്ന് രേണു ഇങ്ങനെ പറയുന്നത് ബിഗ് ബോസ് കേട്ടോണ്ടിരിക്കുവാണ്. അല്ലാതെ എന്താണ് ബിഗ് ബോസിന് എന്താണ് ഡോറ് തുറന്നു കൊടുത്തൂടെ? എനിക്ക് പുറത്തേക്ക് പോകണം എന്നൊരു കണ്ടസ്റ്റന്റ് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇടയ്ക്കൊന്ന് സ്ട്രോങ് ആയിട്ട് വരും, എന്നിട്ട് പിന്നെ വീണ്ടും ഇത് തന്നെ അവസ്ഥ.